അങ്ങനെ നമ്മുടെ ക്രിസ്മസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനാദ്യം തന്നെ നമ്മളിവിടെ നമ്മുടെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി ഞാൻ കടയിൽ ക്രിസ്മസ് ട്രീ കത്തിച്ചിരിക്കും. അപ്പൊ അതിനുള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഏകദേശം ആയിട്ടായില്ലേ, അതിന് പറഞ്ഞല്ല, അത് സ്റ്റൂളിന്റെ വില വെച്ച കാരണം കൊണ്ടാണ് സംഭവം ഇതിന്റെ ഹൈറ്റേക്കുള്ളൂ. അപ്പോ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ കുറച്ച് ബോൾസും കാര്യങ്ങളും ഉണ്ട്, പിന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം വെച്ച് ഇന്ന് നൈറ്റ് ഞാനിത് ഇവിടെ ക്രിസ്മസ് ട്രീ കത്തിച്ചിരിക്കും. ക്രിസ്മസിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്യട്ടെ. നിങ്ങളൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു, പലരും തുടങ്ങലും എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ ക്രിസ്മസ് ട്രീ ഞാനൊന്ന് ചെറുതായിട്ടൊരു ഡെക്കറേഷൻസ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണ്ടതിൽ കുറച്ച് നമ്മൾ കുറച്ച് മാലകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതിന് മേലെ ചുറ്റിയിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു സമയമാണെന്ന് നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ എൻജോയ് ചെയ്യും. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിച്ചാടി അതിന്റെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് സെറ്റ് ആക്കിയിട്ട് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാണാം. നമ്മള് കുറച്ച് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്ന് ഇതിന്റെ മേലെ ഡെക്കറേഷൻസ് ആയിട്ട് ചെയ്യണം. അതിന് മെല്ലെ 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 അവരോടൊക്കെ പോകുന്നുണ്ട്. അത് നല്ലതായിട്ട് ഇങ്ങനെ ഫിറ്റ് വെച്ചിട്ട് വേണം. 2 മേടിച്ചിട്ടുണ്ട് കേട്ടോ. 2 മാലബോൾസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടിയിട്ട് ചുറ്റി വെച്ചിട്ട് വേണം ഇവനൊന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട്. എന്നാലല്ലേ ആ ഒരു ക്രിസ്മസിന്റെ ട്രീ കാണുമ്പോൾ ഒരു രസം തോന്നുള്ളൂ. കാര്യത്തിനെ തോന്നണ്ടേ? അത് നമ്മൾ കിട്ടാവുന്ന രീതിയിൽ ചെയ്യാവുന്ന രീതിയിൽ ഇത് വലിയ സംഭവമല്ല, ചെറുതാണോ. പിന്നെ നമ്മൾ പ്രവർത്തിക്കും മെനക്കും ചെയ്യണ്ടേ. ഞാനിതിനെ കറങ്ങി ക്രിസ്മസ് ട്രീ റെഡി ആകുമ്പോഴത്തേക്കും തലവങ്ങി വീഴും തോന്നുന്നുണ്ട്. ഞാനിത് സെറ്റ് ചെയ്യാത്ത പരിപാടിയില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്ന് രാത്രി ഞാനിത് കത്തിച്ചിരിക്കുന്നതുകൊണ്ട് ഞാനിത് കത്തിച്ചിരിക്കും. വെയിറ്റ് കത്തിരിക്കുന്ന വേറെ എന്തെങ്കിലും ഡെക്കറേഷൻ പരിപാടികൾ ഞാൻ ചെയ്യും. എന്തൊരു സംഭവം ഞാനിന്ന് പോയാണ്. അയ്യോ, ചെറുപ്പം കേട്ടോ. ഇപ്പൊ തന്നെ ഏകദേശം ട്രീക്ക് മുന്നേ എന്റെ തല കടന്നല്ലോ. അപ്പൊ അതിന്റെ കറങ്ങിയാലും മതിയില്ല. ഞാനിതിന് ഇന്നൊരു സെറ്റപ്പ് പണിയും. നിങ്ങളെന്തൊക്കെ പരിപാടി ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ഫ്രീ ഒക്കെ വീട്ടിൽ സെറ്റ് ചെയ്തോ? പുൽക്കൂടും കാര്യങ്ങളൊക്കെ. ഞാൻ എന്തായാലും ഒരു മാലബൾബിൻ്റെത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതൊന്ന് തപ്പട്ടെ കേട്ടോ. അടുത്ത് നമുക്ക് കുറച്ച് ഉണ്ട ബൾബ് കൂടി ഇതിന്റെ മേലെ സെറ്റ് ചെയ്യാം കേട്ടോ. ഉണ്ട ബൾബ് കൂടി സെറ്റ് ചെയ്താലാണ് കുറച്ചുകൂടി വെളിച്ചം കിട്ടും. അപ്പൊ അത് ഇവിടേക്ക് കൂടെ നമ്മൾ 1-2 പാർട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ തൂക്കും, ഇവിടെ ഇവിടെ ഉണ്ട ബൾബ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് അലങ്കാരപ്പണികൾ എന്ന് പറഞ്ഞാൽ ചെണ്ടാമണ്ട അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു റിസ്കും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ എടുത്തു. അങ്ങനെ നമ്മുടെ അലങ്കാരപ്പണി ഏകദേശം കഴിയാറായിട്ടു. ഇതിപ്പോ കുറച്ച് സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതിന് പുറത്തു പോയതിനു ശേഷം കുറച്ചുകൂടി നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോഴാണ് കാണാനൊരു മൊഞ്ചുള്ള ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് എടുത്തുള്ളൂ. അപ്പൊ ഏകദേശം നമ്മൾ ഇതുപോലുള്ള ഉണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണ്. എന്തായാലും ഇവിടെ ഞാനിന്ന് പോയിക്കും. ക്രിസ്മസ് നമ്മൾ തകർക്കാൻ പോകുന്നു. തകർത്ത് തരിപ്പിടാക്കാൻ പോകുന്നു. ക്രിസ്മസ് ട്രീ ഇവിടെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഒന്ന് ലൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റും കാര്യങ്ങളും അതിന്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും കാണിച്ചു തരാം. പിന്നെ അതുപോലെ നമ്മളൊരു മാനം വാങ്ങിച്ചിട്ടുണ്ട്. വളർത്തുമാനല്ല, നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പന്റെ മാൻ. അത് നമ്മൾ ഇവിടെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതോട് പ്ലേസ് ചെയ്തിട്ട് അതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. പക്ഷെ കാണുമെന്നുള്ള അറിയില്ല, ചെറിയൊരു ലൈറ്റ് ഇട്ടിട്ടുള്ളൂ. അത് രാത്രികൾക്കാണ് ഒന്നുകൂടി നമുക്കത്
നല്ല ഭംഗിയിൽ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് നെക്സ്റ്റ് മാനും മറ്റുള്ള ലൈറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അടുത്തത് നമ്മള് കുറച്ച് സ്റ്റാർ കൂടി ഒന്ന് റെഡിയാക്കാൻ കേട്ടോ. ഞാനത് ആദ്യം ഒന്ന് കത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. സംഭവം കത്തിയിട്ടുണ്ട്. എന്തായാലും ഇതൊന്ന് റെഡിയാക്കട്ടെ. ഈ കാണുന്ന ഗ്ലാസ്സിൽ മൊത്തം നമ്മൾ ഈ സ്റ്റാർ ഇട്ട് റെഡിയാക്കാൻ പോവാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മാനിനെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നൈറ്റ് ആയി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള സംഭവം കാണിച്ചു തരാം കേട്ടോ. ലൈറ്റ് അറേഞ്ച്മെന്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ, കണ്ട നമ്മള് ട്രീലൊക്കെ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാന്, അതേപോലെ നക്ഷത്രങ്ങൾ എല്ലാം നമ്മൾ ഒരുവിധം ചെറിയ രീതിയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു ക്രിസ്മസിന് നമ്മൾ ഇത്രയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ക്രിസ്മസ് വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.